ഹായ് കുട്ടികളെ, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ജെല്ലിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. എളുപ്പം തയ്യാറാക്കാം, കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജെല്ലിയാണിത്. വളരെ സ്വാദിഷ്ടവുമാണ്. പക്ഷേ ഇച്ചിരി തിളച്ച വെള്ളം വേണം. അത് നിങ്ങൾ അമ്മയോടോ ചേച്ചിയോടോ മുതിർന്നവരുടെ സഹായത്തോടെ എടുക്കണം. അല്ലെങ്കിൽ അത് കൈ പൊള്ളിച്ച് വെള്ളം തിളപ്പിച്ചെന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് പിന്നെ പരാതി വരരുത്. അല്ലാതെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തനിച്ച് ചെയ്യാം. എന്ത് രസമാണെന്നറിയാം, കാണാനും കഴിക്കാനും ഒക്കെ രസമായത്. മുത്തശ്ശിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ജെല്ലി തുള്ളി കളിപ്പിക്കാം നിങ്ങൾക്ക്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതാണ് മുത്തശ്ശി എടുത്തിരിക്കുന്ന ജെല്ലി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന പാക്കറ്റ്. ഇത് റാസ്ബെറിയുടെ ജെല്ലിയാണ്. ഇത് പല ഫ്ലേവറിലുണ്ട്. മാങ്കോയുടെ ഉണ്ട്, പൈനാപ്പിളിൻ്റെ ഉണ്ട്, സ്ട്രോബെറിയുടെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശി എടുത്തിരിക്കുന്നത് ഇതാണ് റാസ്ബെറിയുടെ. നമുക്ക് ആദ്യം അതിൻ്റെ കൂടെയുള്ളൊരു പാക്കറ്റാണിത്. ഇതിനകത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഇടാം. അതിനുശേഷം ഇത് പൊട്ടിച്ച് ഇതിനകത്തേത് മുഴുവൻ ഈ ബൗളിലോട്ട് ഇടണം. പിന്നീട് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവ്, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ അളവ് കൃത്യമായിരിക്കണം. ശകലം വെള്ളം കൂടിപ്പോയാൽ ഇത് സെറ്റാകാൻ പലപ്പോഴും ബുദ്ധിമുട്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 500 ml വെള്ളമാണ്. കറക്റ്റ് 500 ml വെള്ളമേ ആകാവുള്ളൂ, ഒട്ടും കൂടുതലാകാൻ പാടില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടയൊക്കെ മാറ്റി ശരിയാക്കി എടുക്കാം. ഇനിയും കുറച്ച് വെള്ളം എടുത്ത് ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇത് മിക്സ് ചെയ്യാം. ഒരു 45 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റാകും. പിന്നീട് വേണമെങ്കിൽ നമുക്ക് തണുക്കാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. തണുക്കാതെ ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുകയാണുള്ളത്. 45 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട്, ഇതിന് തരിയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇത് അലിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള വെള്ളം ഇതിലോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിനകത്ത് ഇത് വെക്കാം. ഇനിയും ഇത് ഒരു 45 മിനിറ്റ് ഇളക്കൊന്നും ചെയ്യാതെ ഇത് സെറ്റാകാൻ വെക്കുക. നമുക്ക് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കാണാം. ഇത് നമുക്ക് ഈ മോൾഡിലോട്ട് ഒഴിക്കാം. ഈ മോൾഡ് വേണമെന്നൊന്നുമില്ല, ഗ്ലാസ്സിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ഇത് കുറേശ്ശെ ഇതാകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ അനുവദിക്കാം. അതിനു വേണ്ടി നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം കാണിക്കാം. എന്നിട്ട് തണുത്തത് വേണ്ടവർക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അല്ലാതുള്ളവർക്ക് ആ തണുപ്പ് വേണ്ടാത്തവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പം 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ജെല്ലിയാണ്. ഇപ്പോൾ ഇത് തണുത്തു. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജെല്ലി. അത് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുന്നു. കണ്ടില്ലേ, മനോഹരമായ ജെല്ലി. തുള്ളി കളിക്കുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടികൾ ഇതിങ്ങനെ തുള്ളി കളിപ്പിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം.
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം.